കേരളമല്ല, ലോകം മൊത്തം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയമാണ് ദീപകിന്റെ മരണവും ഷിംജിതയുടെ അറസ്റ്റും കാര്യങ്ങളൊക്കെ. ഈ വിഷയത്തിൽ എന്താണ് നിരുപമയുടെ അഭിപ്രായം? ഞാൻ ഈ വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ആ കുട്ടി ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് തെറ്റാണെന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഈ കുട്ടി ചെയ്തത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. വാട്ട് ഇഫ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു അബ്യൂസ് നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ? അബ്യൂസ് നേരിട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക. അതല്ലെങ്കിൽ ആ ബസ്സിൽ നിൽക്കുന്ന ഡ്രൈവറോടോ കണ്ടക്ടറോടോ അറ്റ്ലീസ്റ്റ് യാത്രക്കാരോടെങ്കിലും പറയാം ഇത് അതൊന്നും ചെയ്തിട്ടില്ല. അത് എല്ലാ സമയത്തും അത് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ കുട്ടി ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് ചിരിച്ചും കൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്തൂടെ? അങ്ങനെ ഒരു അബ്യൂസ് നേരിട്ടിട്ടുള്ള ആൾക്കാരെല്ലാം ജീവിതകാലം കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ പറയുന്നത്? ഇപ്പൊ എന്നെ ഒരുത്തൻ ഒരു ബസ്സിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റിൽ ഞാൻ എന്തായാലും ഷോക്കായിരിക്കും. അല്ലാതെ ചിരിച്ചും കൊണ്ട് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ അബ്യൂസ് നേരിടുമെന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ ആൾക്കാർ. അബ്യൂസ് നേരിട്ട് ആ ഒരു ഫസ്റ്റ് 1 or 2 seconds ആൾക്കാർ ഫ്രീസ് ആയി പോകും. അതിനുശേഷമായിരിക്കും അവർക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ബോധം പോലും വരുന്നത്. പക്ഷെ അപ്പോഴും ആ വീഡിയോയിൽ ചിരിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് തെറ്റ്? അബ്യൂസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് കാണാൻ കഴിയുന്നത്? ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇതേവരെ അതിലൊരു അബ്യൂസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. വേറൊരു കാര്യം, ഭയങ്കര സ്ലോ മോഷനിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് ആ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇന്റൻഷൻ അയാൾ അവളെ തൊട്ടു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് സ്ലോ മോഷനിലാക്കി എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നും ഞാൻ കരുതുന്നില്ല. അയാളുടെ കൈ ഇങ്ങോട്ട് പോകുമ്പോഴും ഇവളാണ് കയറി നിന്ന് വരുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഒരു അബ്യൂസ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ പറയാത്തതോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവര് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഈ കംപ്ലൈന്റ് ഫോളോ അപ്പ് ചെയ്യാതെ ഈ വീഡിയോ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് തെറ്റാണ്. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വിചാരണയ്ക്ക് ഇട്ട് കൊടുക്കരുതായിരുന്നു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നു. പക്ഷെ അബ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നാട്ടുകാരല്ലല്ലോ പറയേണ്ടത്, ആ കുട്ടിയല്ലേ പറയുന്നത്. അതിന് എന്തിനാണ് ആ കുട്ടിയെ ഇത്രയും ആൾക്കാർ കൂടിയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? സൈബർ അറ്റാക്ക് ചെയ്യാൻ ഒരൊറ്റ കാരണമുള്ളൂ. അപ്പുറത്ത് ദീപക് എന്ന് പറഞ്ഞൊരു പേഴ്സന്റെ മരണമാണ് വന്നത്. ദീപക് മരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്നസെന്റ് ആകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ആകെ കൂടെ ഉള്ള പ്രൂഫ്, അതായത് ഈ ഷിംജിത് അപ്ലോഡ് ചെയ്തേക്കുന്ന ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. അതാണ് ഇത്ര വലിയ ഇഷ്യൂ ആയതും. അതില് എനിക്ക് നോക്കുമ്പോഴും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലും അതിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇത്രയും ആൾക്കാരും അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്ന അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും നമ്മളല്ല. അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ആ കുട്ടിയാണ്. ആ കുട്ടി അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവൾ ഈ അബ്യൂസ് നേരിട്ടെന്ന് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യമായിരുന്നു, ഈ ബസ്സിൽ ഇവള് കയറിയ സമയത്ത് ഈ ദീപകിന്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടീനെ ഇയാൾ എന്തോ ചെയ്ത പോലെ അവളുടെ ഫേസ് കണ്ടപ്പോൾ തോന്നി. ഞാനിപ്പോ എന്തെങ്കിലും ഒരു ടെൻഷനിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ എന്റെ ഫേസ് അങ്ങനെയായിരിക്കും. അത് കണ്ടിട്ട് എന്റെ ബാക്കിൽ നിൽക്കുന്ന ചേച്ചി ഇയാളെ എന്നെ തട്ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എന്നാണ് ഷിംജിത പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അത് എന്തടിസ്ഥാനത്തില്? നമ്മൾ ഇപ്പൊ വിഷയമായിരിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ ഫേസ് ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്നുള്ളതല്ല. കണ്ടിട്ടാണല്ലോ ഇവര് വീഡിയോ എടുക്കുന്നേ. ഈ വിഷയത്തില് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനോട് ഞാൻ എതിർക്കുന്നുണ്ട്. കാരണം അത് ആ ഒരു വ്യക്തിയെ പൊതുവിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തെറ്റാണ്. പക്ഷെ അതേസമയം ഈ കേസ് വന്നതിന് ശേഷം ആ കുട്ടിയെ സമൂഹം മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തെറി വിളിക്കുകയും പേഴ്സണലി സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാനാണിച്ചാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം ഇവിടെ മരിച്ചേക്കുന്ന എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലും എൻ്റെ ചിന്താഗതിയിലും ഒരു നിരപരാധിയാണ്. ആദ്യം പറയുന്ന സൈബർ അറ്റാക്ക്, ആ വ്യക്തിയെ സൈബർ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആ വ്യക്തി ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, അയാളെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുകയാണ് ആ വീഡിയോ ചെയ്തത് വഴി നിങ്ങൾ ചെയ്യുന്നതെന്ന് കുട്ടിയെ എതിർക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ചുമ്മാ റീച്ചിന് വേണ്ടി ചെയ്തൊരു കണ്ടന്റ് അല്ല. അത് മനഃപൂർവ്വം ഒരാള് എന്നെ ലൈംഗിക ചൊവ്വയോടെ തൊട്ടു, അങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് ഷിംജിത് ഈ കണ്ടന്റ് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? അത് മോശമായിട്ടുള്ള കാര്യമാവുന്നത് ആ കുട്ടിക്ക് അബ്യൂസ് ഫീൽ ചെയ്തത് കൊണ്ടാണ് ആ കുട്ടി പറയുന്നത് എന്നെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്നുള്ള കാര്യം.
അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, അയാളെ ഓൾറെഡി സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്തു എന്നാണ് സമൂഹം മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേസ് വന്നതിന് ശേഷം സൈബർ അറ്റാക്കിന് വിട്ടുകൊടുത്തു എന്നുള്ളതിലുപരി എന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അയാൾക്ക് വിഷമായതും സൂസൈഡ് ചെയ്യാൻ കാരണമായതും എന്നാണ് പറയുന്നത്. അത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലേല് ഈ വീഡിയോ ചുമ്മാ ഫേക്കിനോ റീച്ചിനോ വേണ്ടി അവൾ ഇട്ടതാണെങ്കിൽ അതാണ് അവിടെ പുള്ളിക്കാരൻ മരിക്കാനുള്ള കാരണം. അയാൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ടോ അത് ഞാൻ അത് ചെയ്തിട്ടില്ല? അവരുടെ ഫാമിലി മൊത്തം കംപ്ലൈന്റ് ചെയ്ത്, അയാളുടെ ഫാമിലി അല്ലേ പറയുന്നത്, തിരിച്ചു വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അയാൾക്ക് അത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് അത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും മൈൻഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇന്നത്തെ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ എന്ത് പറയുന്നോ അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അത് കാരണം അങ്ങനെ ഒരു വീഡിയോ വൈറലായ പിന്നെ പുള്ളിക്ക് വേറെ വഴിയില്ല, സൂസൈഡ് ചെയ്യുക. ചിലവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും, ബോൾഡ് ആയിരിക്കത്തില്ല, പാവത്തെ പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനെ സൂയിസൈഡ് അയാളുടെ പ്രൊഫൈലിനെ അയാൾ തെറ്റ് ചെയ്തിട്ടും അയാള് ശിക്ഷിക്കപ്പെടും എന്നുള്ള പേടി കൊണ്ടാണ് അത് സൂയിസൈഡ് ചെയ്തതെന്നുണ്ടെങ്കിലോ? അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അതിനകത്തൊരു അബ്യൂസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് ദീപക് തെറ്റ് ചെയ്തിട്ടില്ല. ഇവള് കൃത്യമായിട്ട് റീച്ച് എന്നുള്ള ഒരു ഇന്റൻഷന് വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് കയറി പോയി സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അതിലെവിടെയാണ് അവളതിനെ കയറി പിടിക്കുന്നതോ എന്തെങ്കിലും അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് അതിലെവിടെയാണ് നടക്കുന്നത്? അയാള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ഫൈറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല ഇവിടെ. കാരണം എന്തുകൊണ്ട് സമയം? ചിലവരുടെ മൈൻഡ് അങ്ങനെയാണ്. ഇപ്പോ ഷിംജിത്തെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ആ കുട്ടിക്ക് നേരിടുന്നുണ്ട്. അതില് പ്രത്യേകിച്ച് ആണുങ്ങൾ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഈ കേസ് കൊണ്ട് തന്നെ ഇനി മുതൽ ആണുങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പേടിയാണ്, സ്ത്രീകളുടെ അടുത്തിരിക്കല്ലേ എന്നുള്ള രീതിയിൽ കമന്റുകളും ഒരുപാട് ട്രോളുകളും ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത്രയും നാള് സ്ത്രീകൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്തപ്പം എത്രത്തോളം അവര് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും? ഇവിടെ ഇതുപോലത്തെ അബ്യൂസുകൾ ബസ്സിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബസ്സിൽ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നടക്കുന്നുണ്ട് വെച്ചാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വഴിയുണ്ട്. ഒന്നല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുക, അതല്ലെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് പറയുക, അതല്ലെങ്കിൽ ബസ്സിലെ ആൾക്കാരോട് പറയുക. ഇത് നേരെ ഒരു വീഡിയോ ഇപ്പോഴും പറയാൻ പറ്റണമെന്നില്ല. നീ വീഡിയോയിലേക്ക് വരാതെ എന്തുകൊണ്ട് സ്ത്രീകളെ അങ്ങനെ പുരുഷന്മാരെ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒരു കമന്റിന്റെ ആവശ്യമുണ്ട്. കാരണം പേടിക്കണം. ഇപ്പൊ ഈ ഷിംജിതനെ പോലെയുള്ള ആൾക്കാര് വ്യക്തിപരമായിട്ട് റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ബസ്സിലെ ട്രെൻഡ് അല്ലാതെ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ കയറി പിടിച്ചെന്നുള്ള വീഡിയോ ഇന്നേ വരെ വൈറലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബസ്സിലത്തെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ പോകുന്നു, വീഡിയോ. എത്രത്തോളം ആൾക്കാര് അബ്യൂസിനെ ഇതുപോലെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്ത് തന്നെ എന്തോരം അബ്യൂസ് നടക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ എത്രത്തോളം ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? പലപ്പോഴും ആൾക്കാർ ഫ്രീസായി പോവുകയാണ് ചെയ്യുന്നത്. ഒരു 90% ആൾക്കാർക്കും റിയാക്ട് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ളിടത്ത് ആൾക്കാർ മുന്നിലേക്ക് വന്ന് റെസ്പോണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരുന്നില്ല. റെസ്പോണ്ട് ചെയ്യുന്ന രീതിയെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറിയത് കൊണ്ടാണ് അപ്പുറത്ത് ഒരാൾക്ക് മരിക്കേണ്ടി വന്നത്. അയാൾ എന്തിനാണ് അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ പോയത്? അങ്ങനെ അയാൾ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ. ഞാനൊരു കാര്യം പറയട്ടെ, അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം. സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ വിധി നിശ്ചയിക്കുന്നത്. ഒരാളെ അങ്ങനെയല്ല വേണ്ടത്. കുറച്ച് റീച്ചും കുറച്ച് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ എന്തും കാണിച്ചു കൂട്ടാന്നുള്ള തോന്നിവാസം. സോഷ്യൽ മീഡിയ ആണ് വിധി നിശ്ചയിക്കുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് അയാൾ അവിടെ ഫൈറ്റ് ചെയ്യായിരുന്നു വേണ്ടത്. ഇനി നാളെ അയാളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പോലും, ഫോട്ടോയും വീഡിയോയും അപ്പൊ തന്നെ പബ്ലിഷ് ചെയ്തു. ഈ ഷിംജിത എന്ന് പറഞ്ഞ കുട്ടി ഡയറക്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. അതാണ് അവിടെ സൂസൈഡ് ചെയ്യാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അയാൾ സൂയിസൈഡ് ചെയ്യണം? ഈ നാട്ടില് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാര് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്ന നാടാണിത്. അപ്പൊ നാളെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാലും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ നാട്ടുകാർ അയാളെ മറക്കുകയും ചെയ്യും.
അയാൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു നാടാണിത്. അപ്പൊ പിന്നെ എന്തിനാ അയാൾ സൂയിസൈഡ് ചെയ്യണമായിരുന്നു? സൂയിസൈഡ് ചെയ്തു, മരിച്ചു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദീപക് എന്നുള്ള ഒരു പേഴ്സൺ ഭയങ്കര കൂളായിട്ടും ഭയങ്കര ആത്മാഭിമാനത്തോടും ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അത് അയാളുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. പിന്നെ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. താൻ ചിന്തിക്കുന്ന പോലെ അല്ലാതെ വേറൊരു വഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. അത്രയും കൂളായിട്ട് ആൾക്കാർ പേടിക്കുന്നത്. പേടിയുണ്ട്. ഈ ദീപക്കിന് പേടി ഉണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സ്ത്രീ വീഡിയോയും ഇട്ട് അത്രയും റീച്ചും കിട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ ചോദിക്കും, ഇന്നലെ ബസ്സിൽ പിടിച്ച പോലെ ഇന്ന് ആരെങ്കിലും പിടിക്കുന്നില്ലേ? ആ ചോദ്യം കേൾക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ ദിവസം കേൾക്കാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഇല്ലാത്തോണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തേ. ആ വീഡിയോ ഇട്ടതാണ് തെറ്റ്. വീഡിയോ ഇട്ടത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. നമ്മൾ വീഡിയോയെ കുറിച്ചല്ല പറയുന്നത്. വീഡിയോനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു പേടി ഇപ്പത്തെ ബോയ്സിന് തോന്നുന്നതിൽ എന്താ തെറ്റ്? പുരുഷന്മാർ ഇവിടെ അബ്യൂസ് ഫേസ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പുരുഷന്മാരും ഇതുപോലെ ഭയപ്പെടേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. സ്ത്രീകളായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ ആണുങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായതിന്റെ പേരിൽ സർവ്വ സ്ത്രീകളെയും പേടിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ വൈറലായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു, അതുകൊണ്ട് എല്ലാ സ്ത്രീകളും റീച്ചിന് വേണ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സ്ത്രീ റീച്ചിന് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ എന്നല്ല എന്റെ ഒപ്പീനിയൻ. അങ്ങനെ തന്നെയാണ്. അത് കാരണമാണ് അത് ഉറപ്പിക്കേണ്ടത് നമ്മളല്ല. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ കുട്ടിയാണ് പറയേണ്ടത്. അപ്പോ റീച്ചിന് വേണ്ടിയിട്ടാണോ ചെയ്തത് അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്റെ ഒരു ഒപ്പീനിയനിൽ റീച്ചിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഇപ്പൊ ബാക്കി ബോയ്സും പേടിക്കുന്നത് ഇതേ കാരണത്തിലാണ്. വൈറലാവേണ്ട ആർക്കും ഒരു ക്യാമറ എടുത്തും കൊണ്ട് അപ്പുറത്തൊരു ബോയിനെ ഇരുത്തിയിട്ട് ഈ എന്നെ തട്ടുന്നു എന്നെ പിടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറലാണ്. ആ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഷിംജിതി ഇതേ സാധനം ചെയ്തത്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഈ പറയുന്ന കുട്ടി അങ്ങനെ ചെയ്തു അങ്ങനെ സപ്പോസ് അങ്ങനെ ആണെങ്കിൽ തന്നെ എല്ലാ സ്ത്രീകളെയും പേടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു വിഷയം എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇത്രയും കാലം സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്തു. അവര് പല തവണകളായിട്ട് തന്നെ ഒരു സ്ത്രീക്ക് തന്നെ ഒരുപാട് തവണ അബ്യൂസ് നേരിട്ടിട്ടുണ്ടാവും. ഞാനിതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കുന്നില്ല. അബ്യൂസ് ഒക്കെ രണ്ടുപേർക്കും നേരിടുന്നുണ്ടാവും. ഉണ്ട്. ഇവിടെ ചെയ്തേക്കുന്ന തെറ്റാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ വീഡിയോയുടെ കേസ്. രണ്ട്, ആൾക്കാർക്ക് പേടിയാവാൻ തുടങ്ങിയത് ഇതിങ്ങനൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. നമ്മൾ ട്രെൻഡിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്ത്രീകളെ പേടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാലം സ്ത്രീകൾ അബ്യൂസ് നേരിട്ടിട്ട് ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പുള്ളത് കാരണമാണല്ലോ ആ വീഡിയോ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ഇല്ലേ അത് ഡയറക്റ്റ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കാണിക്കാം. അതൊരിക്കലും ഒരു അബ്യൂസ് ചെയ്ത ഒരാൾ ഇത് കൊണ്ടുപോയി റീച്ചിന് വേണ്ടിയിട്ടിടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ഒരു പക്ഷെ ആൾക്കാർക്ക് പേടി ഉണ്ടാവുന്നത്. അപ്പുറത്ത് വന്നിരിക്കുന്ന ആളൊരു ക്യാമറ തൂക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നാളെ ഇതേപോലെ വൈറലാവുമോ, അല്ലെങ്കിൽ എനിക്കും ഇതേ നീതി എന്നല്ലേ കിട്ടുക എന്നുള്ളൊരു പേടി ബോയ്സിന്റെ മനസ്സിൽ ഉണ്ടാവുന്ന കാരണമാണ്. ഒരൊറ്റ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ സർവ്വ സ്ത്രീകളെയും പേടിക്കേണ്ടി വരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. ആ ഒരു വിഷയമാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കാലങ്ങളായിട്ട് സ്ത്രീകൾ അബ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ മനുഷ്യര് സ്ത്രീകളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാറുണ്ടോ? സ്ത്രീകളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട് ആണുങ്ങളെ പേടിക്കണമെന്ന് പറഞ്ഞു ഒരാണും ഈ കമന്റുമായിട്ട് വന്നില്ല? ഇതേവരെ ഒരു ബോയും ഈ ഒരു ഇൻസിഡന്റ് തുറന്നു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഗേൾസ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ കുറെ പേര് തുറന്ന് പറയുന്നുണ്ട്. ബസ്സിൽ ഇൻസിഡന്റ് ആവുമ്പോൾ ബസ്സിലെ തുറന്നു പറയുന്നത് എല്ലാം അവർ അബ്യൂസ് ഫേസ് ചെയ്തത് കൊണ്ട് തന്നെയല്ലേ? അതെ. ഇതിന് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു, മറ്റേ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച ആ വിഷയം. അതിലാണെങ്കിലും വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിയമപരമായിട്ട് നമ്മുടെ മുന്നിൽ പ്രൂഫ് ഉള്ളതിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇത് യാതൊരു പ്രൂഫും ഇല്ല. പ്രൂഫ് ഉണ്ട്, പക്ഷെ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ക്രിയേറ്റ് ചെയ്ത പോലെയാ തോന്നുന്നത്. ഞാൻ പറയുന്നത് അതല്ലല്ലോ. എന്തുകൊണ്ട്
ഈ പറയുന്ന പുരുഷന് എതിരെ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ സർവ്വ ആണുങ്ങളും അതിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് എതിരെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അലമുറയിടുന്നുണ്ട്. അതേസമയം ഒരു സ്ത്രീക്ക് അബ്യൂസ് നേരിടുന്ന സമയത്ത് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് എത്ര ആണുങ്ങൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. ഇവളുടെ കൂടെ നിൽക്കാനും യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ഇവള് ചെയ്ത രീതി മാറിപ്പോയി. പിന്നെ രണ്ടാമത് ഇപ്പൊ KSRTC ബസ്സിലാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സീറ്റ് ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ഒരു പുരുഷനോട് പോയിട്ട് ഇത് എന്റെ സീറ്റ്, സ്ത്രീകൾക്ക് വേണ്ടി കൺസിഡർ ചെയ്തേക്കുന്ന സീറ്റാണ്, മാറി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ലോജിക്കലി കുറെ പേര് മാറിക്കൊടുക്കും, റിസർവ് ചെയ്തിട്ടില്ലേല്. അങ്ങനെ ചോദിച്ചൂടെ? ഈ കേസിൽ എന്താണ് അങ്ങനെ ചോദിക്കുക? അല്ലെ ഇരിക്കണം എന്ന് നിർബന്ധമാണ്, ബസ്സാണല്ലോ. സ്ത്രീകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരോട് മാറിത്തരാൻ പറയാൻ പറ്റുമോ? കേസല്ല ഞാൻ പറയുന്നത്, ബോയ്സിന്റെ കേസിലാണ് പറയുന്നത്. മനസ്സിലായില്ല. സ്ത്രീ ഇരിക്കുന്ന സീറ്റിൽ ഒരു ബോയ് ഇരിക്കുകയാണെച്ചെങ്കിൽ അവിടെ മാന്യമായി പോയി പറയാം, ഇത് റിസർവ് ചെയ്ത സീറ്റാണ്, ഇവിടെ ഗേൾസിനാണ് അലോ ചെയ്തേക്കുന്നത്, ഒന്ന് മാറുമെന്ന് പറയാം. അത് പറയാം, ശരിയാണ്. അതൊന്നും പറയുന്നില്ല. പിന്നെ ബസ്സാണ്, തിരക്കുണ്ടാവും, അറ്റൻഷനിൽ നിൽക്കാനൊന്നും പറ്റില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ ഈ കൈ തട്ടി എന്ന് പറയുന്ന അത് കൈ തട്ടിയ രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇന്റൻഷനലി അല്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് അബ്യൂസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് തുറന്നു പറഞ്ഞു. അത് അത്രേ ചെയ്തിട്ടുള്ളൂ. അത് തുറന്നു പറയാൻ വേറെ കുറെ രീതി ഉണ്ടായിരുന്നു. ഒരാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ നാണം കെടുത്തിയിട്ടല്ലായിരുന്നു തുറന്നു പറയാ. നാണം കെടുത്തി ആ വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് തെറ്റാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഈ ഷിംജിതയുടെ തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് 7 വട്ടം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. അതായത് ഈ ഒരു സംഭവം 7 ടേക്ക്. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ലേ? മനഃപൂർവ്വം ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടപ്പോഴായിരിക്കും ആ കുട്ടി ഒരു വീഡിയോ എടുത്ത് പ്രൂഫായിട്ട് വെക്കണം എന്ന് ആ കുട്ടി ചിന്തിച്ചതും. അത് 1ാമത്തെ തവണയും 2ാമത്തെ തവണയും 3ാമത്തെ തവണയും ആ കുട്ടി അതിനുള്ള പ്രൂഫ് ശേഖരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ഈ അബ്യൂസ് പ്രോപ്പറായിട്ട് അതിനകത്ത് രേഖപ്പെടാതെ വന്നതുകൊണ്ടാണ് അത്രയും ടേക്ക് ചെയ്യേണ്ടി വന്നത്. കാരണം നാളെ ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് പ്രൂഫ് എവിടെയെന്നുള്ളതാണ്. ആ പ്രൂഫ് കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ആ അബ്യൂസ് അതിനകത്ത് ഉണ്ടാവണം. അബ്യൂസ് ഉണ്ടായിട്ടുള്ള വീഡിയോ എടുക്കേണ്ടി വന്നപ്പോൾ 7 തവണ എടുക്കേണ്ടി വന്നു. 7 തവണ എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയൊന്നുമല്ല. 7 തവണ ഒരു ബസ്സിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതുവരെ ഈ അബ്യൂസ് സഹിച്ചു നിന്നെന്നാണോ പറയുന്നത്? അപ്പൊ പുറത്താരോടും പറയാതെ, അല്ലെ ജസ്റ്റ് ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? കംപ്ലൈന്റ് ചെയ്യുക, അതൊന്നും ചിന്തിക്കാതെ 7 റീടേക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ട് 7 എണ്ണം എടുത്ത്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് അബ്യൂസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലാതെ അടിപൊളിയായിട്ട് ഒരു വീഡിയോ കിട്ടുക എന്നുള്ളതല്ല. ഷിംജിതയുടെ ഉദ്ദേശം അടിപൊളിയായിട്ട് ഒരു വീഡിയോ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. നല്ല റീച്ച്. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും? സ്മൈൽ ചെയ്തും കൊണ്ട് ചിരിച്ചും കൊണ്ട് ഞാൻ മുമ്പേയും പറഞ്ഞു ഇത് നിൽക്കുന്ന ഒരു വീഡിയോ കിട്ടണം എന്നുള്ളൊരു ആ ഒരു ഇന്റൻഷൻ വെച്ച് മാത്രമാണ് 7 ടൈക്കുകൾ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കുക. ഒരു നിരപരാധിനെ എങ്ങനെയെങ്കിലും പ്രതിയാക്കുക, ട്രെൻഡ് പിടിക്കുക, റീച്ച് ആവുക, അത് മാത്രമാണ് ലക്ഷ്യം. മുമ്പേ ഞാൻ പറഞ്ഞു, ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് എന്തുകൊണ്ട് അവർക്ക് ചിരിച്ചുകൊണ്ട് നിന്നുകൂടാ? എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നുകൂടാ? കാരണം അബ്യൂസ് നേരിടുന്ന എല്ലാ സ്ത്രീകളും കരഞ്ഞുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ ഫേസ് ബുദ്ധിമുട്ടി തന്നെ നിൽക്കണം എന്ന് നിർബന്ധമുണ്ടോ? നേരത്തെ വരെ ഞാൻ ആ പോയിന്റ് റിജക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ ഞാൻ വേണേ പറയാം ഓക്കെ ആണെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ 7 ടേക്ക് എടുത്ത് വരുമ്പോഴേക്കും ആരായാലും ചിരിച്ചു പോകും. കാരണം നോർമൽ ഒരു കണ്ടന്റ് ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കുകയാണല്ലോ, അപ്പൊ ആരായാലും ഫേക്ക് കണ്ടന്റ് ആണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഫേക്ക് കണ്ടന്റ് ആണെന്ന് ഇപ്പൊ പറയാനുള്ള മെയിൻ റീസൺ ഈ 7 ഞാൻ പറഞ്ഞത് 7 ടേക്ക് പ്രൂഫിന് വേണ്ടിയിട്ടാണ് അവര് എടുക്കുന്നത്. ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും തൊട്ട് 6ാമത്തെ തവണ വരെ അവർക്ക് ആ പ്രൂഫ് അതിനകത്ത് കിട്ടാതെ വന്നതുകൊണ്ടാണ് അവർക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നത്. പറയട്ടെ, ഈ ഷിംജിത് തന്നെ ഈ 7 ടേക്കില് 1ാമത്തേല് ചിലപ്പോ കുറച്ച് ബാക്കിലായിരിക്കും തന്നിരിക്കുക. എനിക്കറിയില്ല എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ആ വീഡിയോയില് ബാക്കി എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് അറിയില്ല. ബാക്കി 6 വീഡിയോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 6 വീഡിയോയുടെ കേസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അപ്ലോഡ് ചെയ്തേക്കുന്ന ആ ലാസ്റ്റ് വീഡിയോയുടെ കേസാണ് ഞാൻ പറയുന്നത്. അതിൽ ഇവള് പോയി ഫ്രണ്ടിൽ എത്തിയതാണെങ്കിലോ അങ്ങനെ ജസ്റ്റ് കൈ വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാണോ ഇപ്പൊ ഈ ദീപക് എന്ന് പറഞ്ഞ ഒരു നിരപരാധിനെ കൊന്നുകളഞ്ഞു? ഷിംജിത തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളോ ഇവിടുത്തെ സമൂഹവുമല്ല, ഇവിടുത്തെ ലോയും ഇവിടുത്തെ സിസ്റ്റവും ആണ്. അപ്പോൾ
നമ്മൾ ഇതിനെ കൂടുതൽ വിചാരണ ചെയ്യാതെ ഇതിവിടെ നിർത്തുന്നതാണ് നല്ലത്. ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ. അതെ, കോടതി അന്വേഷിച്ച് കോടതി തീരുമാനിക്കട്ടെ. വി ക്യാൻ വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ്.